18 കിലോമീറ്റേഴ്സ് എന്തായാലും കിട്ടും. 80 കിലോമീറ്റർ അടിപൊളിയായി കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കോഴിക്കോടൊക്കെ പിന്നെ പോയി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ബഗ് ആവുന്നുണ്ട്, ഹീറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അത് വലിയൊരു കംപ്ലയിൻസ് തന്നെയാണ് വണ്ടിയിൽ വരുന്ന സ്ക്രീൻ കാർഡ് നമ്മൾ സാധാ മൊബൈൽ ഫോൺ ഒട്ടിക്കണമാതിരി നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഏകദേശം ഒരു 150-250 രൂപയുടെ അടുത്തുള്ള സ്ക്രീൻ കാർഡാണ്. വണ്ടിയുടെ ഞാൻ ഒഫീഷ്യലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നല്ല ഡിക്കി സ്പേസും പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ തന്നെ നല്ല സ്പേസും കാര്യം. അപ്പോൾ എല്ലാവർക്കും അനീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എൻ്റെ സ്വന്തം ബൈക്കാണ്. ഒല S1 Pro ജനറേഷൻ 2 ആണ്. കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം കുറച്ച് വെയിറ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി നിന്നത്. കുറേ റിവ്യൂ ആദ്യം കുറച്ച് ഒരു 1 ഇയർ മുന്നേ വണ്ടി വന്നപ്പോൾ തന്നെ നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്താണ്. അപ്പോൾ വണ്ടിനെ കുറിച്ച് വലിയൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കൈ കിട്ടിയിട്ട് ഏകദേശം 1 മന്ത് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടിപൊളി കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, അതുകൂടെ തന്നെ കുറച്ച് ചീത്ത കാര്യങ്ങളുണ്ട്. ഒല എന്ന് പറഞ്ഞു തന്നെ ഒരുവിധം പേരൊക്കെ പറഞ്ഞത് വണ്ടി കത്തും. പക്ഷേ ഇതുവരെ കത്തിയിട്ടൊന്നുമില്ല, കത്താതിരിക്കട്ടെ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 1 മന്തിൽ കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 1 മന്ത് ആയിട്ടുള്ളൂ. വണ്ടിയിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. വണ്ടി കംപ്ലീറ്റ് നമ്മൾ PPF വർക്ക് ചെയ്തിട്ടുണ്ട്. PPF വർക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി ഓൾറെഡി മാറ്റ് വൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് നമ്മൾ വേണ്ട PPF വർക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി നല്ലതാണ്. എനിക്കെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമുള്ള കളറാണ് വൈറ്റിൻ്റെ. എല്ലാ വണ്ടി ബെൻലി 600i പിന്നെ അതുകൂടാതെ തന്നെ ബെൻലി TRK 500 ഒക്കെ വന്നത് നമ്മളെ വൈറ്റ് കളറാണ്. വൈറ്റിനോട് കുറച്ച് കമ്പല്ല ആളാണ്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഹിമാലയ ഞാൻ 2014 ഹിമാലയ എടുത്തതും അതും വൈറ്റ് കളർ തന്നെയുള്ളൂ. വൈറ്റ് കളേഴ്സിനോട് ഒരു ഇഷ്ടം കൂടുതലുകൊണ്ടാണ് നമ്മൾ വൈറ്റ് തന്നെ വണ്ടി ചൂസ് ചെയ്തത്. അപ്പോൾ വണ്ടി ഏകദേശം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി ആക്കി തന്നത് പട്ടാമ്പിയാണ്. ഒല പട്ടാമ്പിന്നാണ് നമുക്ക് വണ്ടി ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അവരോട് പറയല്ല, വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കിംഗ് പീരീഡ്സ് ഓൾറെഡി ഒരാൾ കസ്റ്റമർ പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ 2 വീക്ക്, അതുകൂടാതെ തന്നെ 3 വീക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഓൾറെഡി ഒരു വണ്ടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ വണ്ടി പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പണികൾ കിട്ടിയിട്ട് പറഞ്ഞാൽ ചെറിയൊരു ബഗ് വന്നിട്ടുണ്ട്. അത് സീറ്റ് അടയാത്തൊരു ബഗ്ഗാണ്. വേറൊരു കംപ്ലയിൻ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഷോറൂമിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അതുപോലെ തന്നെ നമുക്ക് ചെയ്തപ്പോൾ തന്നെ വണ്ടി സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മൾ വണ്ടി ക്ലിയർ ആയിക്കണം. പിന്നെ വണ്ടിയുടെ കിലോമീറ്റേഴ്സ് റേഞ്ചും കാര്യങ്ങളും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിലോമീറ്റേഴ്സ് പറഞ്ഞാൽ വണ്ടിക്ക് ഓൾറെഡി ടോട്ടൽ 4 മോഡ്സാണ് വരുന്നത്. നോർമൽ, ഹൈപ്പർ, എക്കോ പിന്നെ അതുകൂടാതെ തന്നെ സ്പോർട്സ്, അങ്ങനെ 4 മോഡ്സാണ് വണ്ടിയിൽ വരുന്നത്. നമ്മൾ വീഡിയോ ചെയ്തതാണ് ഒരു 1 ഇയേഴ്സിൻ്റെ മുന്നേ. വണ്ടി ഓൾറെഡി ഒല S1 നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ഒല S1 Pro നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫ്ലാറ്റ് ഫുഡ് ബോർഡ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാറ്റ് നമ്മൾ സാധനം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. നമ്മളെ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ സാധനം അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളെ വണ്ടിയിൽ വരുന്ന സ്ക്രീൻ കാർഡ് നമ്മൾ സാധാ മൊബൈൽ ഫോൺ ഒട്ടിക്കണമാതിരി നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഏകദേശം ഒരു 150-250 രൂപയുടെ അടുത്തുള്ള സ്ക്രീൻ കാർഡിൻ്റെ റേറ്റ് വരുന്നത്. നല്ല സേഫ്റ്റിയാണ്. ഓൾറെഡി വണ്ടിയിൽ വന്ന സ്ക്രീൻ കവർ ഊരി കളഞ്ഞിട്ട് പുതിയ സേഫ്റ്റി ഗ്ലാസ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തതാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളെ ഡിക്കിയിൽ വരുന്നൊരു സംഭവമുണ്ട്. ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വണ്ടിയുടെ ഞാൻ ഒഫീഷ്യലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നല്ല ഡിക്കി സ്പേസും പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ തന്നെ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് ഒല S1 Pro ജനറേഷൻ 2 എടുത്തിരുന്നത്. ഇതിൽ തന്നെ ആയിട്ടൊരു മാറ്റ് നമ്മൾ വേറെ ഓൾറെഡി ഇത് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ സ്ക്രാച്ചും കാര്യങ്ങളും വളരെ കുറേ. നമുക്ക് ഓൾറെഡി ഈ വണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ വർക്കിന് പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് റെഫ്യൂസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒല S1 Pro എടുത്തിരുന്നത്. സാധാരണ ഒരു സ്കൂട്ടി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ അതുകൂടാതെ തന്നെ നല്ല ഓഫീസ് ഡെയിലി വർക്കിന് പോകണമെങ്കിൽ നല്ല ടൗൺ ഏരിയ പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് റഫായിട്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകുന്നതും പിന്നെ അതുകൂടാതെ തന്നെ കുറേ 2 ആളുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നല്ല ലോഡും കാര്യങ്ങളൊക്കെ വെച്ച് പോകാൻ പറ്റിയ ഒരു സ്പേസും കാര്യങ്ങളും ഇല്ല വണ്ടീനെ നമ്മളെ ഒല S1. ഞാൻ ഓൾറെഡി നമ്മളെ വർക്ക് പറഞ്ഞാൽ AC മെക്കാനിക്കാണ്, ACയുടെ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്പേസ്, ഗ്യാസിൻ്റെ സിലിണ്ടർ പിന്നെ അതുകൂടാതെ തന്നെ കുറച്ച് ഡ്രില്ല് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ വെച്ച് പോകേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി ചൂസ് ചെയ്തു. ഓൾറെഡി ആക്സസ് 125 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നാമത് പെട്രോളിൻ്റെ ഇതിൻ്റെയൊക്കെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വണ്ടി ഒല S1 Pro തന്നെയാണ് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നാൻ കാരണം നമുക്ക് ചാർജിങ് കാര്യങ്ങൾ പക്കായിട്ട് ചെയ്താൽ മതി. വണ്ടി പക്ക മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്താൽ മതി. വണ്ടിക്ക് ഓൾറെഡി 8 ഇയേഴ്സാണ് നമുക്ക് ബാറ്ററി വാറണ്ടി വരുന്നത്. അതുകൂടാതെ വേറെ സർവീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ബ്രേക്ക് പാഡ്സ് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ നമുക്ക് വണ്ടി ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യുക. പിന്നെ ടയേഴ്സിൻ്റെ കാര്യങ്ങൾ വേറെ ഒരു മെയിൻ്റെനൻസും വർക്കും കാര്യങ്ങളും വണ്ടിയിൽ വരുന്നില്ല. അതാണ് നമ്മളെ പെട്രോൾ വണ്ടിയും ഇലക്ട്രിക്കൽ വണ്ടിയിൽ മാറ്റം എന്ന് പറഞ്ഞത്. ഏറ്റവും എൻ്റെ ഒരു ചോയ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് റഫ് യൂസിന് ഏറ്റവും നല്ല വണ്ടി പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ തന്നെയാണ്. സാധാ പെട്രോൾ വണ്ടി ആകുമ്പോൾ അതിന് മെയിൻ്റെനൻസ് വരുന്നു, ഓയിൽ ചേഞ്ചിങ് പിന്നെ അതുമാതിരി തന്നെ ബ്രേക്കിൻ്റെ കേബിളും അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതിലാകുമ്പോൾ ബ്രേക്ക് പാഡ്സ്, ടയർ പിന്നെ അതുമാതിരി കേബിളിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ മാത്രമേ അല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഇതിൽ കാണാനില്ല. വണ്ടിയുടെ സസ്പെൻഷനാണ് അടിപൊളി സസ്പെൻഷനാണ് വരുന്നത്. ഡുവൽ സസ്പെൻഷനാണ്. ആദ്യം സിംഗിളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുറേ കംപ്ലയിൻസുകൾ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി ചിലത് നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും കണ്ടിട്ടുണ്ട് വണ്ടി ഇങ്ങനെ ഫ്രണ്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ. പക്ഷേ ഇത് നമ്മൾ സാധാ ഒരു സ്കൂട്ടിയിൽ വരുന്ന അതേ സെയിം സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ അതുകൂടാതെ തന്നെ വണ്ടി അലോയ് ആയിക്കുന്നുണ്ട്. സാധാ ഡ്രം ബ്രേക്കും കാര്യങ്ങളും വന്നിരുന്നത്.
വരുന്നത് അതൊക്കെ മാറ്റിയിട്ട് അലോയ് വീൽ അയക്കണം. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് അടിപൊളിയാണ്. ഡുവൽ ഡിസ്ക് ആണ് വരുന്നത്, ABS അല്ല, നോൺ ABS ആണ്. ഡുവൽ ഡിസ്ക് ആണ് ഇതിൽ പെർഫോമൻസ് ബ്രേക്കിംഗ് വരുന്നത്. പിന്നെ ബാക്കിൽ തന്നെ നല്ല അടിപൊളി വേറെ 2 സസ്പെൻഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റും കാര്യങ്ങളും ഒരു കുഴപ്പം കാര്യങ്ങളും തോന്നുന്നില്ല. പിന്നെ അതുകൂടാതെ തന്നെ മേലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ചാർജിങ് ടൈമാണ്. ചാർജിങ് ടൈം പറഞ്ഞാൽ സാധാരണ നമ്മൾ കമ്പനി പറയുന്നത് 6 hours. ഞാൻ ഓൾറെഡി നൈറ്റിൽ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 10 മണി 11 മണിക്ക് ചാർജ് നേരെ 6 മണി പുലർച്ചെ ഒരു 4 മണി 5 മണി ആകുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഡിസ്പ്ലേയിൽ കാണിക്കും ഇത്ര ടൈം കൊണ്ട് വണ്ടി ചാർജ് ഓഫ് കഴിയും, ചാർജ് ഫുള്ളാവും. ആ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ചാർജിങ് കട്ട് ഓഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ചാർജ് ചെയ്യുന്ന രാവിലെ എടുത്ത് പോരെ വൈകിട്ട് ചാർജ് ചെയ്യുക, അതാണ് നമ്മളെ സംഭവം വരുന്നത്. അപ്പോൾ എക്കോ, പിന്നെ അതുപോലെ തന്നെ നോർമൽ, സ്പോർട്സ്, ഹൈപ്പർ, അങ്ങനെ 4 മോഡാണ് വരുന്നത്. എക്കോയിൽ പോകുകയാണെങ്കിൽ 180 കിലോമീറ്ററാണ് വണ്ടി ഷോറൂമേർ പറഞ്ഞത്. 180 കിലോമീറ്റേഴ്സ് മസ്റ്റായിട്ട് റണ്ണാവും. എന്തായാലും ഒരു 160 എന്തായാലും പിടിച്ചോളി. പിന്നെ അതുകൂടാതെ തന്നെ നോർമലിൽ പോകുകയാണെങ്കിൽ ഒരു 140 130 എന്തായാലും കിലോമീറ്റർ, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു 17-18 കിലോമീറ്റേഴ്സിൽ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് വണ്ടി കൊണ്ട് പോകാം. സ്പോർട്സ് മോഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടി റേഞ്ച് കുറയും, ഒരു 100 കിലോമീറ്റർ എന്തായാലും മസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇനി ഹൈപ്പർ മോഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഹൈപ്പർ മോഡിലാണ് 18 കിലോമീറ്റേഴ്സ് എന്തായാലും കിട്ടും, 80 കിലോമീറ്റർ അടിപൊളിയായി കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കോഴിക്കോടൊക്കെ പോയി തിരിച്ചു വന്നതാണ്. മോഡ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാൽ ഒരേ മോഡ്സിൽ തന്നെ പോയി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ബഗ് ആവുന്നുണ്ട്, ഹീറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അത് വലിയൊരു കംപ്ലയിൻസ് തന്നെയാണ് വണ്ടിയിൽ. നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് മലപ്പുറം ഏകദേശം ഓടിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് സ്പോർട്സ് മോഡിലെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോയിന്ന് കുറച്ച് എത്തിയപ്പോൾ തന്നെ വണ്ടി ആകെ സ്ലോ ആയിട്ട് പെട്ടെന്ന് തന്നെ നോർമൽ മോഡിലേക്ക് വന്ന് ചാടി. പിന്നെ നോർമൽ മോഡിൽ നിന്ന് വണ്ടി മാറുന്ന തന്നെ ഇല്ല. അപ്പോൾ ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരേ മോഡ്സിൽ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ ബഗ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണ മാതിരി തന്നെ എക്കോ, നോർമൽ, സ്പോർട്സ് അങ്ങനെ മോഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് കയറ്റ ഇറക്കും, അതിനൊക്കെ അനുസരിച്ച് നമുക്ക് വണ്ടി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് 1,52,000 രൂപയാണ് നമുക്ക് പ്രൈസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു ചെറിയൊരു ഓഫർ ഉണ്ടാവുകൊണ്ടാണ് ഓൾറെഡി വണ്ടിക്ക് 1,75,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓഫർ ഉണ്ടാവുകൊണ്ടാണ് 1,52 വണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും വണ്ടി ഇല്ലാതെ അടിപൊളിയാണ്. ഓല S1 Pro എടുക്കാൻ, ഓല ഓൾറെഡി ബൈക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും ഓല S1 Pro ജനറേഷൻ 2 എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ കുഴപ്പങ്ങളൊന്നും കിട്ടിയിട്ടില്ല, എന്തായാലും കുഴപ്പങ്ങളില്ലാതിരിക്കട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. വണ്ടിയുടെ വീഡിയോസ് തുടത്തിയിട്ടുള്ളൂ. വണ്ടി ഓല S1 Pro പുതിയ ജനറേഷൻ 2ൻ്റെ പുതിയ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ കംപ്ലയിൻസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണും വരെ അനീസ് വ്ലോഗ്സ് സൈനിങ് ഓഫ്.